Hi friends, 3D Home Tips in the പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് 3D Maxൽ പെട്ടെന്ന് എങ്ങനെ ഒരു വിൻഡോ ക്രിയേറ്റ് ചെയ്യാമെന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബോക്സ് ഉപയോഗിച്ചാണ് വിൻഡോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ബോക്സ് ടൂൾ ഉപയോഗിച്ച് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബോക്സ് എടുത്തു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒരു 3 കള്ളി വിൻഡോ ആണ് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി കറക്റ്റ് അളവ് ഞാൻ കൊടുക്കുകയാണ്. 150. ഓക്കെ, ഹൈറ്റും 150 കൊടുത്തു. വിട്ട് 10 കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വിൻഡോൻ്റെ സൈസ് നമ്മൾ വിൻഡോൻ്റെ സൈസിൽ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഇതിനൊന്ന് ഫ്രെയിം ഉണ്ടാക്കാം. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്കിൽ എഡിറ്റബിൾ പോളി ആക്കി കൊടുക്കുക. എന്നിട്ട് എഡിറ്റബിൾ പോളിയിൽ 4ാമത്തെ ഓപ്ഷൻ പോളികൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് 2 ഭാഗവും ഓക്കെ എടുക്കുക. 2 ഭാഗവും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ എഡിറ്റബിൾ പോളിയിലെ സെറ്റിങ്സിൽ എഡിറ്റബിൾ പോളികളിൽ ഇൻസേർട്ട് എന്ന ഓപ്ഷൻ കാണാം. അവിടെ ഈ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഫ്രെയിമിൻ്റെ തിക്നെസ് എത്രയാണോ ആ വാല്യൂ ഇവിടെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ വീണ്ടും എഡിറ്റബിൾ പോളിലെ 2ാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതായത് എഡ്ജസ്. എന്നിട്ട് സ്ക്രീനിലേക്ക് വീണ്ടും വരിക. എന്നിട്ട് ബോക്സിൻ്റെ ഒരു ഇനി നമുക്ക് പാർട്ടീഷനാണ് 2 പാർട്ടീഷനാണ് കൊടുക്കുന്നത്. അതിനുവേണ്ടി എഡിറ്റബിളിൽ 2ാമത്തെ ഓപ്ഷൻ എടുത്തു. അതിനുശേഷം ബോക്സിൻ്റെ എഡ്ജ് സെലക്ട് ചെയ്തു. ഓക്കെ, അതിനുശേഷം വീണ്ടും എഡിറ്റബിൾ പോളിയിലെ സെറ്റിങ്സിൽ റിങ് ആദ്യം ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കണക്ട് എന്നൊരു ഓപ്ഷൻ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈന് വെർട്ടിക്കലായിട്ട് വന്നതായിട്ട് കാണാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് പാർട്ടീഷൻ എത്രയാണോ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അത്ര ജസ്റ്റ് ഒരു വാല്യൂ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒരു മൂവ് ചെയ്യുക. വീണ്ടും ഈ അടുത്ത പാർട്ടീഷന് വേണ്ടി വീണ്ടും എഡ്ജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് റിംഗ് ആൻഡ് കണക്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ മറ്റേ ലൈനും കാണാൻ വേണ്ടി കീബോർഡിൽ F4 ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാ ലൈനും നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് കറക്റ്റ് കൊടുക്കാം. ഓക്കെ, നമുക്കിത് ഫസ്റ്റത്തെ ലൈന് നീക്കണമെന്നുണ്ടെങ്കിൽ എഡിറ്റബിൾ പോളിയിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ വെർട്ടെക്സ് ക്ലിക്ക് ചെയ്തിട്ട് ബോക്സിൻ്റെ എല്ലാ വെർട്ടെക്സും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന മൂവ് ചെയ്യിച്ചാൽ മതി. കണ്ടില്ലേ? ഓക്കെ, ഇനി അടുത്തതും
ഇങ്ങനെ നമുക്ക് ലെവലാക്കാം. അപ്പോൾ നമുക്ക് മറ്റേ പോർഷനും മറുഭാഗത്തെ വെർട്ടെക്സും സെലക്ട് ആയണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചെക്ക് ആയതായിട്ട് കാണാം. ഓക്കെ, നമുക്ക് ഇത് ലെവലായി. അതിനുശേഷം വീണ്ടും എഡിറ്റബിൾ പോളിയിൽ പോളിഗൺ സെലക്ട് ചെയ്യുക. എന്നിട്ട് രണ്ട് വശവും അതിനുശേഷം രണ്ട് വശവും സെലക്ട് ചെയ്യാം. ഒരു വശം സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എക്സ്ട്രൂഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് എഡിറ്റബിൾ പോളിയിലെ സെറ്റിങ്സിൽ എക്സ്ട്രൂഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ മൈനസ് ആക്കി ഫ്രെയിമിൻ്റെ തിക്നെസ് കൊടുക്കുക. അതായത് -10 ഒരു നിശ്ചിത അളവ് കൊടുക്കുക, ഒരു ഉള്ളോട്ടായിട്ട് കൊടുക്കുക എന്ന രീതിയിൽ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഇവിടെ സെലക്ട് ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് സെൻറ്റർത്ത് കുറച്ച് വീതി കൂടിയതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതിനു വേണ്ടി വീണ്ടും വെർട്ടെക്സ് എടുത്തിട്ട് ഒന്ന് ഫ്രണ്ട് വ്യൂയിൽ പോയിട്ട് ഒന്ന് കറക്റ്റാക്കി കൊടുക്കാം. ഓക്കെ, ഇനി എഡിറ്റബിൾ പോളിയിലെ പോളിഗൺ വീണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഫ്രെയിം സെലക്ട് ചെയ്യാം. ഓക്കെ, ഫ്രെയിം സെലക്ട് ചെയ്യുമ്പോൾ രണ്ട് ഭാഗവും സെലക്ട് ആക്കണം. ഓക്കെ, കണ്ടില്ല, ഇതുപോലെ ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിനുശേഷം വീണ്ടും ഇൻസേർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രെയിം ആൻഡ് ഷട്ടർ നമുക്ക് കൊടുക്കുന്ന രീതിയാണ് ഇനി ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഇവിടെ ഫ്രെയിം ആൻഡ് ഷട്ടറിൻ്റെ വാല്യൂ കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 7 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഉള്ളിലത്തെ പോർഷൻ നമുക്ക് ഗ്ലാസിൻ്റെ പോർഷനാക്കി തിരിക്കാം. അതിനു വേണ്ടി ഇത് ഓൾറെഡി സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി അത് ഒന്ന് ഗ്ലാസ് ഒന്ന് ഉള്ളോട്ട് കയറുന്ന രീതിയിലാണ് പൊതുവെ കാണപ്പെടുക. സെയിം ലെവലിലായിരിക്കില്ല. അപ്പോൾ അതിനു വേണ്ടി ഇത് എല്ലാ ഭാഗവും സെലക്ട് ആകുക. ആയിട്ടില്ലെങ്കിൽ സെലക്ട് ആക്കുക ഇതേപോലെ. ഓക്കെ, രണ്ട് ഭാഗവും സെലക്ട് ആക്കണം. അതിനുശേഷം വീണ്ടും എക്സ്ട്രൂഡിൽ പോവുക. അതായത് എഡിറ്റർ പോളിയിലെ സെറ്റിങ്സിൽ എക്സ്ട്രൂഡിൽ പോവുക. അതിനുശേഷം വാല്യൂ കൊടുക്കുക. ഇവിടെ ജസ്റ്റ് മൈനസ് ആക്കി കൊടുക്കുക. അല്ലേ, അപ്പോൾ ഉള്ളോട്ട് കയറി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ പുറം ഭാഗം അതേപോലെ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ ജസ്റ്റ് ഉള്ളോട്ടായി നിൽക്കുന്നതായി കാണാം ഗ്ലാസിൻ്റെ പോർഷൻ. ഓക്കെ, അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി നിങ്ങൾ ആ സെലക്ഷൻ ഒഴിവാക്കാതെ നേരെ അതൊന്ന് ഡിറ്റാച്ച് ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ മെറ്റീരിയൽ കൊടുക്കുമ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് അത് വേറെ രീതിയിലാക്കുന്നത്, അതായത് വേർതിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഡിറ്റാച്ച് ചെയ്യാം. അപ്പോൾ എഡിറ്റർ പോളിയിൽ പോയിട്ട് ഡിറ്റാച്ച് എന്ന ഓപ്ഷൻ ഇവിടെ കാണാം. ഡിറ്റാച്ച് എന്ന ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഗ്ലാസിൻ്റെ പോർഷൻ സെലക്ട് ചെയ്താൽ അത് മാത്രം മൂവ് ആവുന്നതായിട്ട് കാണാം. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഷട്ടറും ഇതുപോലെ ഡിറ്റാച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്കിതിന് കമ്പി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ട് വ്യൂയിൽ പോകാം. അതിനുശേഷം പ്ലെയിൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിലാണ് പ്ലെയിൻ എന്ന ഓപ്ഷൻ കാണാം. അതിനുശേഷം ആംഗിൾ സ്നാപ്പ് ഓൺ ആക്കുക. കീബോർഡിൽ
ഷിഫ്റ്റ് എസ് അടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ആംഗിൾ സ്നാപ്പ് ഓൺ ആക്കി. അതിനുശേഷം പ്ലെയിന് ഇതുപോലെ ഷട്ടറിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ, വിൻഡോൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ സെഗ്മെൻറ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. നമുക്ക് എങ്ങനെയാണോ കൂടുതൽ കമ്പി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ തിരിക്കാവുന്നതാണ്. നമുക്ക് വെർട്ടിക്കലായിട്ട് ഓരോ കള്ളിക്കും 2 എണ്ണം വീതമാണ് 2 എണ്ണം വീതമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ 3 കള്ളിയാകുമ്പോൾ 6, 2, 4, 6 എണ്ണം കൊടുത്തു. അപ്പോൾ 1, 2, 3, 5 എണ്ണം ഉള്ളൂ. ഒന്നുകൂടി കൊടുത്തു. അതിന് ശേഷം നിങ്ങൾ മോഡിഫയർ ലിസ്റ്റിൽ ലെറ്റിക്സ് എന്ന ഓപ്ഷൻ കാണാം. അതിനു വേണ്ടി കീബോർഡിൽ L അമർത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് തന്നെ കാണാം ലാറ്റിക്സ് എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിട്ട് കാണാം. അതിന് ശേഷം നിങ്ങളിവിടെ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ബോട്ട് നിങ്ങൾക്ക് ഇതുപോലെ കാണാം. അപ്പോൾ ഈ ഓപ്ഷൻ ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഏതാണെന്ന് നോക്കട്ടെ. ഇവിടെ സ്മൂത്ത് ആക്കി കൊടുക്കാം. കണ്ടില്ലേ, ജോയിൻറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ആക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ഈ ജോയിൻറ്റിലെ ഈ ബട്ടൺ ഈ ഭാഗം ചേഞ്ച് ആവുന്നതായിട്ട് കാണാം. ഓക്കെ, ഇതിൻ്റെ റേഡിയസ് ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ റേഡിയസിൻ്റെ ഇവിടെ 0 കൊടുത്താൽ മതി. ഇനി നമുക്ക് കമ്പിൻ്റെ റേഡിയസ് ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനു വേണ്ടി സ്ട്രെച്ചിൽ റേഡിയസ് എന്ന ഓപ്ഷൻ കാണാം. ഓക്കെ, ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി സ്മൂത്ത് ആക്കാൻ വേണ്ടി സ്ലൈഡ്സ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് ഉള്ളോട്ട് മൂവ് ചെയ്യിക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ജനൽ കമ്പികൾ കറക്റ്റ് പൊസിഷനിൽ, അതായത് കറക്റ്റ് മെഷർമെൻറ്റിൽ നമുക്ക് മൂവ് ചെയ്യിക്കാം. അതെങ്ങനെയെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അതായത് എഡിറ്റബിൾ പോളിയിലെ വെർട്ടെക്സ് എടുത്താണ് അത് മൂവ് ചെയ്യിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് നമുക്ക് മെറ്റീരിയൽസ് ആഡ് ചെയ്യാം.
ഞാനിതിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. കറക്റ്റായിട്ട് നിങ്ങളുടെ വർക്കിൽ ക്ലീനായി കൊടുക്കുക. അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അത് കറക്റ്റായിട്ട് കാണിച്ചു തരാം, അതെങ്ങനെ വിൻഡോയിൽ മെറ്റീരിയൽ എങ്ങനെ കൊടുക്കാമെന്ന്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.